ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, കുറച്ച് പേർക്കെങ്കിലും സംശയമുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും എലി കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടുമോ? കാരണം ഇങ്ങനെ ഒരു കാര്യം പലർക്കും സംശയമുള്ള, കാരണം വയറിങ് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറിങ് കട്ടായിപ്പോണ്ടെങ്കിൽ നമുക്കറിയാം നല്ല റേറ്റ് വരും. കാരണം ഏകദേശം വയറിങ് കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ വയറിങ് ഹാർനസ് ഒക്കെയാണ് അത് കടിച്ച് കീറിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം ഒരു 10,000 രൂപ, 12,000 രൂപ, ചിലതിനൊക്കെ 20,000 രൂപയൊക്കെ വില വരുന്ന വയറിങ് കിറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് വാറണ്ടി കിട്ടും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും അതിനൊരു എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നതാണ്. എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ നമുക്ക് ഏകദേശം ഒരു 5 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വരെ, അത് ഡിപ്പെൻസ് ഓരോ വാഹനത്തിന്. ചില വാഹനത്തിന് 2,00,000 കിലോമീറ്റർ വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് ഇതുപോലെ എലി കയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുമോ? എത്ര പേർക്ക് ഈ സംശയമുണ്ട്? 100% നിങ്ങൾക്കത് വാറണ്ടിയിൽ കവറാകത്തില്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കാരണം നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു വാറണ്ടി എടുത്തിടുന്നുണ്ട്, പക്ഷേ വാറണ്ടി കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ നമുക്ക് അന്നേരം വരുന്നൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഏതായാലും നമ്മൾ വാഹനം എടുക്കുന്ന കൂട്ടത്തിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നുണ്ട്, പക്ഷേ വാറണ്ടി കിട്ടത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസും കൂടി എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിനൊക്കെ നമ്മൾ ഇൻഷുർഡ് ആണ്. അത് ഫുൾ കവർ ഇൻഷുറൻസ് ആകട്ടെ, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആകട്ടെ. ഈ പറയുന്ന രീതിക്ക് നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഒരു ഹിറ്റോ കാര്യങ്ങളൊക്കെ വരുന്നതല്ലാതെ ഇതുപോലെ എലി കയറി നമ്മുടെ വാഹനത്തിനെ നശിപ്പിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. 100% നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബമ്പർ ടു ബമ്പർ ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാട് ഒരു ക്ലെയിം ഫീസ് ആയിട്ടുള്ള ഒരു 1000 രൂപ മാത്രം നമുക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഫുൾ കവർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരും. അതായത് ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഫീസും ഡിപ്രീസിയേഷൻ എമൗണ്ടും മാത്രമേ കയ്യിൽ നിന്ന് വരത്തുള്ളൂ. എന്നാലും നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസിനകത്ത് പൊക്കോളും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിന് എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ലെങ്കിൽ പോലും വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിൽ തന്നെ നമുക്ക് ക്ലെയിം ചെയ്ത് ഇതുപോലത്തെ നാശനഷ്ടങ്ങൾ, അതായത് ഇപ്പോൾ എലി കയറി വാഹനത്തിൻ്റെ വയറിംഗ് ഒക്കെ കളയാന്ന് പറഞ്ഞാൽ പലരും ആദ്യം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം, വാറണ്ടി കിട്ടത്തില്ല, എന്ത് ചെയ്യും? ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പുറത്തെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നൂലാമാലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം നാളെ ഒരു സമയത്ത് നമ്മൾ ക്ലെയിമോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് പോകുന്ന സമയത്ത് അവർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേ സ്ഥാനത്ത് ഷോറൂമിലെ ഇൻഷുറൻസ് ഒക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഒരു ഷോറൂമിൻ്റെ ഇത് പൊക്കി പറയുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്, ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഷോറൂമിൻ്റെ പൊക്കി പറയേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തലവേദന കുറവുണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഏകദേശം ഒരു 10 വർഷത്തോളം ഞാനൊരു ഓതറൈസ്ഡ് ഡീലറിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ഈ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തെ ഇൻഷുറൻസ് എടുത്ത് 8ൻ്റെ പണി കിട്ടിയ ആൾക്കാർ. കാരണം 8ൻ്റെ പണി ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇൻഷുറൻസ് ഓൺലൈനിലൊക്കെ ഭയങ്കര റേറ്റ് കുറഞ്ഞ് കണ്ട് അവർ ഇൻഷുറൻസ് എടുക്കും. ഈ എടുക്കുന്ന ഇൻഷുറൻസ് നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ക്ലെയിമിന് വരുമ്പോഴാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ചെന്ന് ഇവർ തപ്പിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത് ക്ലെയിമോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ കസ്റ്റമറോടൊക്കെ ചോദിക്കുന്നത്, എന്നാൽ പിന്നെ ഒന്ന് ഒരു അല്പം കൂടെ, കാരണം വലിയ റേറ്റ് വ്യത്യാസം വരത്തില്ല, എന്നാലും 10,000-2,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ആയിരിക്കത്തില്ല. ആ 2,000 രൂപ മുടക്കി നമ്മളൊരു കമ്പനി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ RC ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസിൻ്റെ എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും അറിയേണ്ടി വരുന്നില്ല. ബാക്കിയെല്ലാം കമ്പനിയിൽ അവർ നോക്കി ചെയ്തോളും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലിട്ടേക്കുക, മനസ്സിൽ വെച്ചേക്കുക. അതായത് ഇതുപോലെ എന്തെങ്കിലും രീതിക്ക് എലി കടിക്കോ വയറിങ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും.